ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമ്മളത് മുളക്കാമ്പിന്റെ കറീന്റെ റെസിപ്പിയാണ്. ഇപ്പൊ മഴക്കാലെല്ലാം ആവുമ്പോ ഇത് നല്ല കിട്ടുന്ന സീസൺ അല്ലേ, അപ്പൊ അടിപൊളിയായിട്ട് മുളക്കാമ്പ് എങ്ങനെ കറി വെക്കാന്ന് കാണാം. സൂപ്പർ പറ മുളക്കാമ്പിന് ഒരു 2-3 ദിവസം വെള്ളം മാറ്റി മാറ്റി വെക്കണം. അപ്പം അതിൻ്റെ ഒരു കട്ടിപ്പ് കറകറെല്ലാം മാറാൻ നമ്മൾ മുളക്കാമ്പ് എന്നാ പറയാ, ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. പിന്നെ അതിലേക്ക് വലിയ കടല മറയാത്തും വരുന്ന തോലെല്ലാം പൊളിച്ചു വെച്ചിനെ, അങ്ങനെ ആക്കിയാൽ നല്ല ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഉള്ളി, ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കണം. എന്താ പറഞ്ഞാൽ മുളക്കാമ്പെല്ലാം നല്ല ബേഗാണല്ലേ, അതിന് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിഷിലാകണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ സെറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് അരപ്പിനുള്ള പണി നോക്കാം. അതിന് കുറച്ചധികം തേങ്ങ, ഒരു പകുതി ഉള്ളി, കുറച്ച് കരിവേപ്പില, കുറച്ച് വലിയ ജീരകമാണ് എടുത്തിന്. അതിനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ലൊന്ന് വറുത്തെടുക്കണോ. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ഇളക്കിങ്ങോണ്ട് നിന്നാലൊന്നും അടി പിടിക്കൂല. പിന്നെ നല്ലൊന്ന് റോസ്റ്റായി വന്നാൽ തീയൊന്ന് ചെറുങ്ങനെ കുറച്ച് വെക്കുക, ഇല്ലെങ്കിൽ പൊടിയെല്ലാം ഇടുമ്പോൾ പിന്നെ അടി പിടിക്കൂ. പൊടികളായിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഇത് പെരക്ക് ഉമ്മന്നെ പൊടിക്കുന്നതാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ പട്ട, കറാമ്പ്, കുരുമുളക്, വലിയ ജീരകം അതെല്ലാം മല്ലി നല്ല ചൂടാക്കിയിട്ട് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, പിന്നെ കളറിന് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നല്ലൊന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്, നല്ലൊന്ന് വറുത്തെടുക്കുക. ഇത് നല്ല വറന്ന് വന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്കായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പത്തിന് നമ്മൾ മുളക്കാമ്പും കടലെല്ലാം നല്ല ബന്ധ് വന്നിന്. ഇത് പിന്നെ എത്ര ബന്ധാലും ഒരു ചെറിയ ഇങ്ങനെ കട്ടി ഉണ്ടാവും, പക്ഷെ ബന്ധിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച അരവ് ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം എണ്ണ എടുത്തിന് അതിലേക്ക് കടുക്, വെളുത്തുള്ളി, ചുവന്നമുളക്, കരിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളെ കറിയിലൊന്ന് ഒഴിക്കാം. അങ്ങനെ കറി കഴിഞ്ഞ് ഇനി നമ്മൾ കാച്ചി വെച്ചത് ഈ കറിക്ക് ഒഴിച്ചിട്ട് നല്ല ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കിട്ടുന്ന സീസൺ അല്ലേ, ഇത് പിന്നെ എപ്പോഴും കിട്ടുന്ന സാധനമല്ല. പണ്ടൊന്നും ഇത് കൂട്ടണേ ഉണ്ടായിട്ടില്ല, ഇപ്പം ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ കിട്ടണത് റെയറാണ്. നല്ല തിളച്ച് വന്നാൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടും അതിങ്ങനെ അതിൻ്റെ അടിയിലേക്ക് ആക്കി വെക്കും കേട്ടോ, ഇളക്കൂല. പിന്നെ അതിന് ബെസ്റ്റ് കോംബോ അതിൻ്റെ കൂടെ നമ്മളെ നീർദോശയാണ്. നീർദോശ പിന്നെ എല്ലായിടത്തും ഉണ്ടാകുന്നതല്ലേ. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ പച്ചരി പൊതിർത്തിയതും തേങ്ങയും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചിട്ട് അപ്പം തന്നെ ചുടലാണ്. ഇനി ഓരോ സ്ഥലത്തും ഓരോ പേരുണ്ട്. പിന്നെ നമ്മളെ കറിയും നല്ല ചൂടായി, നമുക്കതൊന്ന് ടേസ്റ്റ് ആക്കി നോക്കാം. ചൂടുണ്ട് അടിപൊളി ബെസ്റ്റ് കോമ്പോ നീർദോശന്റെ കൂടെ അല്ലേ. തേങ്ങ ഉള്ളി കൂട്ടിയിട്ട് അരച്ചിട്ട് ചുടണം. എപ്പോഴും തിന്നുന്ന സാധനമല്ലേ അല്ലേ, നല്ല പണ്ട്. ഒന്നുകൂടി ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് കറി പാങ്ങുണ്ട്. എല്ലാരും ആക്കി നോക്ക്, എല്ലാരും ആക്കി നോക്ക്. ഇങ്ങനെ ചായ തന്നിട്ട്